അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾക്ക് എന്നല്ലേ സ്കോളർഷിപ്പ് വേണ്ടത്? ഒരു ഉഷാറില്ലാത്ത നിങ്ങള് അസ്സലാമു അലൈക്കും അയ്യോ അങ്ങനെ വരട്ടെ. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ് എഡ്യൂക്കേഷൻ ഫീൽഡ്. ആരെങ്കിലും വെറുതെ ഇരുന്ന ബിരിയാണി കിട്ടോ? നല്ല കുട്ടികൾ അതല്ല പറഞ്ഞത്, തിന്നുന്ന ബിരിയാണി അല്ല പറഞ്ഞത്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമുക്കൊരു ബിരിയാണി വേണം. ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നറിയോ? എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഒരു ബിരിയാണി ചെമ്പുണ്ട് ഇവിടെ, ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റി അതിൻ്റെ ചുറ്റുമുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ ബിരിയാണിയാണ്. ഒരു മൂലക്ക് പോയിട്ട് അനങ്ങാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ നമുക്കൊരിക്കലും ആ ബിരിയാണിയുടെ ഒരു വറ്റ് പോലും കിട്ടൂല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന വേണം. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു ഗ്ലോ ലൈക്ക് എ സൺ ഫസ്റ്റ്ലി യു ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾക്ക് ഇതിലെ ഈ ഒരു പ്രപഞ്ചം മുഴുവനും കത്തിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ തിളക്കുന്ന സൂര്യനെ പോലെ തിളങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സൂര്യനെ പോലെ എന്താകണം? ഉരുകണം. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് നമ്മുടെ ഗവൺമെൻറ് ആയിട്ടും നോൺ ഗവൺമെൻറ്റിലായിട്ടും നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ SBI ഇല്ലേ, ബാങ്ക്, SBI ബാങ്ക് നമുക്ക് ഒരു ആശാ സ്കോളർഷിപ്പ് എന്നിട്ടൊരു ഓപ്ഷൻ നൽകുന്നുണ്ട്. 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ആശാ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്കോളർഷിപ്പ് SBI നൽകുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ നമുക്ക് വെറും 60% മാർക്ക് മതി. ഈ 60% മാർക്ക് വെച്ചിട്ട് നമ്മൾ എന്താക്കുക? അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാവിധ സകലമായ സ്കില്ലിൻ്റെയും എല്ലാ സർട്ടിഫിക്കറ്റും SBIക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ സുഖസുന്ദരമായിട്ട് നമുക്ക് നമ്മുടെ പഠനം തുടരാനുള്ള ഫുൾ സൗജന്യമായിട്ട് പഠിക്കാനുള്ള പണം നമുക്ക് SBIയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ CBSE പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്ന് കൂട്ടിക്കോ. CBSE കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇല്ല എന്നുള്ള ഒരു പരാതി ഉണ്ട്. നിങ്ങൾ CBSE കുട്ടിയാണെങ്കിൽ CBSE കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള നിരവധി സ്കോളർഷിപ്പുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, വളരെ പ്രധാനമായിട്ടുള്ള, ലോകത്തെ എവിടെയുള്ള കുട്ടികൾക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്കോളർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ എവിടെയുള്ള കുട്ടികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഫുൾ പേയ്മെന്റ് ആണ്. മറ്റ് സ്കോളർഷിപ്പൊക്കെ ചിലതൊക്കെ ഫുൾ പേയ്മെന്റ് ആവണമെന്നില്ല. നമ്മുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 50% അല്ലെങ്കിൽ ഒരു 60% ഒക്കെ പേയ്മെന്റ് ആയിരിക്കും നൽകുക. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്കോളർഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷന് ആവശ്യമായിട്ടുള്ള ഫുൾ പേയ്മെന്റ് ആണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സ്കോളർഷിപ്പ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്ന വേണം. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ട്രൈ ചെയ്യും. കാരണം എല്ലാവർക്കും ആഗ്രഹം എന്താണ്? സൗജന്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. എല്ലാവരുടെ ആഗ്രഹം എന്താണ്? വലിയ വലിയ സ്ഥാപനങ്ങളിൽ, വലിയ എമൗണ്ട് കൊടുത്ത് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് സൗജന്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ട്രൈ ചെയ്യും. എന്നാൽ നമ്മൾ എങ്ങനെ ട്രൈ ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം, പ്ലസ് സ്മാർട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. എന്താണ് ആ സ്കോളർഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ സ്കോളർഷിപ്പ് നമുക്ക് എന്തൊക്കെ, എത്ര എമൗണ്ട് നമുക്ക് നൽകുന്നുണ്ട്, ഏത് ഫീൽഡിലാണ് ആ സ്കോളർഷിപ്പ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നൽകി കൃത്യമായിട്ടുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സ്കോളർഷിപ്പുകൾ നമ്മളെ ബാക്കിലേ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ഒന്ന് കണ്ണടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വലിയ എമൗണ്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു അയൽവാസി, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ കൂടെ ഒരുപാട് കാലം കളിച്ച് നടന്നൊരു സുഹൃത്ത് വലിയ പൈസ കൊടുത്തിട്ട് വലിയ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോകുന്നു. നമ്മൾ എന്താക്കുന്നു? അതിനേക്കാൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുന്നു ഫ്രീ ആയിട്ട്. ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ഫ്രീ ആയിട്ട് പഠിക്കുന്നതാണോ പൈസ കൊടുത്ത് പഠിക്കുന്നതാണോ? ഫ്രീ ആയിട്ട് തന്നെയല്ലേ? എല്ലാവർക്കും സൗജന്യമായിട്ട് പഠിക്കാനാണ് ആഗ്രഹം. അതും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിനു വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. NTSC, നാഷണൽ ടാലൻറ്റ്
എക്സാമിനേഷൻ എന്ന് പറയുന്ന NCERT നൽകുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്, ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അങ്ങനെ അനവധി സ്കോളർഷിപ്പുകളാണ് നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കിത് നേടിയെടുക്കേണ്ടതുണ്ട്. നമ്മളത് നേടിയെടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള ആളുകൾ സ്കോളർഷിപ്പ് നൽകുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മളിതിങ്ങനെ നോക്കി നിൽക്കും, ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്, സൈറ്റിലൊക്കെ കയറി നോക്കാം, ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്, ഇത് ഇത്ര എമൗണ്ട് നൽകുന്നുണ്ട്, ഇവരാ 60,000 രൂപ, അടിപൊളി, നല്ല എമൗണ്ട് നൽകുന്നുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നോക്കി നിന്നാൽ അത് വേറെ ആരും കൊടുത്തുകൊണ്ട് പോകും. നമുക്കത് നേടിയെടുക്കാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ സ്കോളർഷിപ്പുകൾ നേടിയെടുക്കുന്നത് വഴി നമുക്ക് വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രീമിയം ആയിട്ടുള്ള കോളേജുകളിൽ ഇവിടെയൊക്കെ നമുക്ക് വലിയ തുക കൊടുത്ത് പഠിക്കേണ്ട കോളേജുകളിൽ നമുക്ക് സൗജന്യമായിട്ട് പഠിക്കുന്നത് മൂലം വലിയ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത് മൂലം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് ലോകം തുറന്നു വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമുക്കൊരു സ്കില്ല്, നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിലവിൽ ഒരുപാട് ജോലിയുണ്ട്, ഓക്കെ ഇത് BTech അയ്യോ നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അയൽവാസി അതെടുത്തിന്, മറ്റോൻ അതെടുത്തപ്പോൾ ഈ ജോലി കിട്ടീന്, അങ്ങനെ ഒരുപാട്. നമ്മളതല്ല നോക്കേണ്ടത്, നിലവിലെ കണ്ടീഷൻ നോക്കിയിട്ട് എന്താണ് ഇപ്പോൾ കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെക്കൊണ്ടൊരു കാര്യമില്ല. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതിനുദാത്തമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് വിശാലമായി തുറന്നിടും. നമുക്ക് ഏത് ഏരിയയിലേക്ക് വേണമെങ്കിൽ പോകാം. കാരണം നമ്മളതിൽ സ്കിൽഫുൾ ആണെന്ന് നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഈ ലോകം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകൾ തുറന്നിടും. അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നിരവധി സ്കോളർഷിപ്പുകൾ ഗവൺമെൻറ്റും ഗവൺമെൻറ് അല്ലാത്തവരും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതൊക്കെ നമ്മൾ നേടിയെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും റെഡിയല്ലേ? സ്കോളർഷിപ്പുകൾ ഏറ്റെടുക്കൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മത്സരം തുടരുന്നു. ലെറ്റ്സ് ഓൺ സ്റ്റേജ്.